മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലിയാർ തങ്ങളും ലോകത്തെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും വലിയ പാഠമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അലിയാർ തങ്ങൾക്കാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത്. യഥാർത്ഥത്തിൽ ലോകത്തെ അറിയപ്പെട്ട വലിയ പ്രമാണിമാരായ സ്വഹാബാക്കൾ പലരും ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ അവർക്കൊന്നും മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ ഹബീബായ തങ്ങൾ തന്റെ മകളെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചത് ആ സ്വഹാബാക്കളിൽ ഏറ്റവും ദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവരായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. പക്ഷേ സാമ്പത്തികമായി കുറവുകൾ ഉണ്ടെങ്കിലും അലിയാർ തങ്ങളുടെ കയ്യിൽ വലിയ ഒരു സമ്പത്തുണ്ട്. എന്താണ് ആ സമ്പത്ത്? അത് ഇൽമാണ്. അത് ഇൽമാണ്. മദീനയിലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വിശാലമായ ഒരു വലിയ ഇൽമിന്റെ വലിയ തോട്ടം, ആ ഇൽമിന്റെ തോട്ടത്തിലേക്കുള്ള കവാടമാണ് അലിയാർ തങ്ങൾ എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, നല്ല അറിവുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. നമ്മുടെ പ്രധാനമായ ചർച്ച അവരുടെ കുടുംബ ജീവിതമാണ്. അൽഹംദുലില്ലാഹ്, ഇണങ്ങിയും പിണങ്ങിയും വളരെ ആനന്ദത്തോടുകൂടെ അവര് ജീവിതം മുന്നോട്ട് നയിച്ചു. ഇണങ്ങിയും പിണങ്ങിയും എന്ന് പറയുമ്പോ സ്വാഭാവികമായും അങ്ങനെ പിണങ്ങാൻ പാടുണ്ടോ എന്നതായിരിക്കും ഒരുപക്ഷെ ചിലരുടെ സംശയം. ഏത് ഭാര്യ ഭർത്താക്കന്മാരായാലും ചെറിയ ഒരു ഇണക്കവും ചെറിയൊരു പിണക്കം സ്വാഭാവികമായും ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് അത് ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു ചെറിയ പിണക്കം, ആ പിണക്കം ഇണങ്ങാനുള്ളതാണ്, അത് വേർപിരിയാനുള്ളതല്ല. ആ പിണക്കം അത് നന്നാവാനുള്ളതാണ്. പിണങ്ങി ദിവസങ്ങൾ കഴിയുമ്പോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോ ആ പിണക്കം മാറി ഇണങ്ങുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷം അത് വലിയ സന്തോഷങ്ങളാണ്. ഏത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഉണ്ടാകാവുന്ന ഒരു സാധാരണ ഒരു പ്രക്രിയയാണ് ഈ പിണങ്ങുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഭാര്യയുടെ സ്വഭാവം ഭർത്താവിനെ പിടിച്ചെന്ന് വരൂല, ഭർത്താവിന്റെ സ്വഭാവം ഭാര്യയ്ക്ക് പിടിച്ചു എന്ന് വരൂല. അപ്പൊ സ്വാഭാവികമായും അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്നത് മനുഷ്യ സഹജമായ കാര്യമാണ്. അത് മനുഷ്യരിൽ ഉണ്ടാകുന്നതാണ്. അതിനെ പെരുപ്പിക്കാതെ, അതിനെ ശക്തി വർദ്ധിപ്പിക്കാതെ അതിനെ രമ്യമായി പരിഹരിക്കുവാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അവിടെയാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളെ പരിപൂർണമായി സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു ഭർത്താവ് എത്രത്തോളം ഭർത്താവിനെ ഇഷ്ടപ്പെടുത്താൻ കഴിയുമോ അപ്പോഴാണ് ഒരു ജീവിതം നന്നാകുന്നത്. എത്രത്തോളം എന്നറിയുമോ? ഒരു പെണ്ണ് മരണപ്പെട്ടു പോവുകയാണ്, ഒരാളുടെ ഭാര്യ ഈ ലോകത്തോട് വിട പറയുകയാണ്. ആ ഭാര്യ മരണപ്പെടുന്ന സമയത്ത്
ആ പെണ്ണിന്റെ അയൽപക്കക്കാരോടോ കുടുംബങ്ങളോടോ അല്ല, സ്വന്തം ഭർത്താവിനോട് ചോദിക്കണം, നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ്? ആ ഭാര്യക്ക്, ആ ഭാര്യയുടെ മരണം ഈ ഭർത്താവിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? ആ ഭാര്യയുടെ മരണം ഈ ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെയാണോ എങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണ്. ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സ് നൽകട്ടെ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു എല്ലാവർക്കും ആരോഗ്യം നൽകട്ടെ. സ്വന്തം ഭാര്യ മരിച്ചു പോയാൽ ആ മരണപ്പെട്ട ഭാര്യയെ ഓർത്തുകൊണ്ട് തേങ്ങുന്ന ഒരു മനസ്സാണോ ഭർത്താവിനുള്ളതെങ്കിൽ ആ ഭാര്യ സ്വർഗത്തിലാണ്. കളവ് പറയാത്ത നാവുകൊണ്ട് ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ട് മനസ്സിലാക്കണേ മദനീയം കുടുംബങ്ങളെ. കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പെൺമക്കളെ നന്നായി പഠിച്ചു വെക്കണേ. നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട്, നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട്, നിങ്ങളുടെ ജീവിത രീതി കൊണ്ട് നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ് ആ ഭർത്താവ് നിങ്ങളിൽ തൃപ്തിയായി ആ ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെയാണ് നിങ്ങൾ മരിച്ചു പോകുന്നതെങ്കിൽ നിങ്ങളുടെ മരണം കൊണ്ട് ആ ഭർത്താവിന്റെ കൽവിൽ വലിയ മനപ്രയാസം ഉണ്ടാക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലാണ് കേട്ടോ. അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, ഒരു ഭാര്യ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ ഗൗരവകരമായ വിഷയമാണ് ഭർത്താവിന്റെ തൃപ്തി. അത് വലിയ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാര്യമാർക്കെല്ലാം ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെ ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് രണ്ട് വിഷയങ്ങളിലേക്കും ഞാൻ കടന്നു വരും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലിയാർ തങ്ങൾ അങ്ങനെയാണ് സ്നേഹിച്ചത്. അലിയാർ തങ്ങളുടെ എല്ലാ ഇഷ്ടാനുഷ്ടങ്ങൾക്കും കൂടെ നിന്നോ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. സാമ്പത്തികമായി ശേഷിയില്ലാത്തവരാണല്ലോ, പക്ഷേ വീട്ടിലെന്നും പട്ടിണിയാണ്. ആ പ്രാരാബ്ദങ്ങൾ ആരുടെ മുന്നിലും പറയാൻ വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പോയില്ല. ഭർത്താവിന്റെ തൃപ്തിയിലായി ജീവിച്ചു. തന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വലിയ പറുദീസുകളിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് അല്ലാഹു തന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഞാൻ തൃപ്തിപ്പെടണം. ആ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കണം. ആ ജീവിതം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. എടുത്തു ചാടാനുള്ളതല്ല, ക്ഷമയോടുകൂടെ ജീവിക്കുകയാണ്. കുടുംബജീവിതം നയിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ സ്വഭാവം എന്താണ്? ക്ഷമയാണ് മുഅ്മിനീങ്ങളെ. നല്ല ക്ഷമ വേണം. സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമായി വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം അലിയാർ തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമായി പിണങ്ങുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിണക്കം ഇണക്കത്തിലേക്കുള്ള ഒരു വലിയ പടിവാതിലാണ്. ഒന്ന് പിണങ്ങിയിട്ട് ഇണങ്ങുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക, അതിനൊരു രസമുണ്ടാവുക. എന്നും ഇങ്ങനെ കളികളും തമാശകളായി ജീവിച്ചാല് ഒരുപക്ഷെ അതിൽ വലിയ ടേസ്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒന്ന് പിണങ്ങി ഒന്ന് ഇണങ്ങുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് വലിയ സന്തോഷമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലിയാർ തങ്ങളോട് പിണങ്ങുകയാ. അലിയാർ തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പിണങ്ങുകയാണ്. ചെറിയൊരു നിസ്സാരമായ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെ, അവർക്കിടയിൽ അങ്ങനെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുകയോ അല്ലെങ്കിൽ അവർക്കിടയിൽ ചെറിയൊരു പിണക്കം ചില സമയങ്ങളിൽ അങ്ങനെയുണ്ടാവും. എത്ര വലിയ ഭാര്യ ഭർത്താക്കന്മാരായാലും അവർക്കിടയിൽ ഒരു പിണക്കം അത് സ്വാഭാവികമാണ്. അലിയാർ തങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പിണങ്ങിക്കഴിഞ്ഞാൽ ചിലര് പല രൂപത്തിലാണ് പ്രതികരിക്കുക. ചിലര് സുബ്ഹാനല്ലാഹ് വായിൽ വന്ന ചീത്തകളൊക്കെ വിളിക്കും അല്ലെ. ഒരിക്കലും പാടില്ല. ഒരു ഭർത്താവും ഒരു ഭാര്യയെയും ചീത്ത വിളിക്കാൻ പാടില്ല. അതൊരിക്കലും നല്ല സ്വഭാവം അല്ല. അതുപോലെ തന്നെ ഭാര്യയുടെ മുഖത്തെ കടിക്കുക, അതും ഒരു സ്വഭാവ രീതിയല്ല. പിണക്കമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിൽ നല്ല പരിഹാരം അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹിന്റെ ഖുർആൻ പറയുന്നുണ്ട്, പിണക്കം മാറാനുള്ള ഏറ്റവും നല്ല വഴി, ഒന്നാമത്തെ വഴി ഉപദേശിക്കലാണ്. ഉപദേശം ചിലപ്പോ എന്ത് ഉപദേശം, പിണങ്ങി നിൽക്കുന്ന ആളോട് എന്ത് ഉപദേശല്ലേ. രണ്ടാമത്തെ വഴി പറയേണ്ട ഖുർആൻ, വഹ്ജുറൂഹുന്ന ഫിൽ മളാജി, കിടപ്പറയിൽ നിന്ന് മാറിക്കിടക്കണം. ഭാര്യയുടെ അടുത്ത് കിടക്കാൻ പാടില്ല, അപ്പുറത്തേക്ക് മാറിക്കിടക്കണം. മാറിക്കിടന്നാൽ വലിയ പ്രശ്നത്തിന് പരിഹാരമാകും. വലിയ പ്രശ്നത്തിന് പരിഹാരമാകും. കാരണം ആ പിണക്കത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ്. അള്ളാഹിന്റെ ഖുർആനിൽ അല്ലാഹ് തന്നെയാണ് പറയുന്നത്, വഹ്ജുറൂഹുന്ന ഫിൽ മളാജി. അത് ഒരു സ്നേഹനിധിയായ ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അവര് സ്വാഭാവികമായും മാറിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം സ്നേഹനിധിയായ ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യക്ക് തീരെ സഹിക്കാൻ കഴിയൂല. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. വിശാലമായ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളെ നമുക്ക് പറയണം. ഞാൻ ഇപ്പോൾ പറയുന്നത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുമായി അലിയാർ തങ്ങൾക്ക് ചെറിയ ഒരു പിണക്കം. പിണങ്ങിയപ്പോ അലിയാർ തങ്ങൾ എന്ത് ചെയ്തു? പിന്നെ അവിടെ നിന്നില്ല, നേരെ ഇറങ്ങി അങ്ങ് പോയി. ഒറ്റ പോക്ക്. അങ്ങനെ ഉണ്ടാവും ചില ആളുകള്. പിണങ്ങിയ പിന്നെ ദേഷ്യം പിടിച്ച് അവിടെ നിൽക്കൂല. ഒന്ന് പോയാല് എന്തെങ്കിലും വേറെന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ട് അതിനൊന്നും വേണ്ട, ഒറ്റ ഇറങ്ങി ഒറ്റ പോക്ക്. അത് ചില പെണ്ണുങ്ങളിൽ അത് സഹിക്കാൻ പറ്റൂല. ഇറങ്ങിയുള്ള പോക്കുണ്ടല്ലോ, അത് ഭയങ്കര പോക്കാണ്. അത് എവിടേക്കാണ് ഈ പോകുന്നതിന്, എപ്പോഴാ വരിക, എന്താണ് ഈ പോക്കിന്റെ അർത്ഥം? അത് വല്ലാത്തൊരു അവർക്കിടയിലുള്ള പ്രശ്നത്തിന്റെ ഒരു പരിഹാരത്തിന്റെ ഒരു വഴിയാണ്. വീട് വിട്ട് ഒരൊറ്റ പോക്ക്. അലിയാർ തങ്ങള് വീട്ടിൽ നിന്നില്ല. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആശങ്കയിലായി. പിണക്കൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വല്ലാത്തൊരു വിഷമം. റബ്ബേ, ഇനി എപ്പോഴാണ് തിരിച്ചു വരിക? എന്താണ് ഈ പോക്കിന്റെ അർത്ഥം? എന്താണ് ഉണ്ടാവുക? എന്റെ ബാപ്പയായ ഹബീബായ തങ്ങൾ അറിഞ്ഞാലോ? വേദനകൾ പലതുണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക്. അലിയാർ തങ്ങള് വീട്ടിൽ നിന്ന് ഒറ്റ പോക്കങ്ങ് പോയപ്പോ
അലിയാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കുകയാണ്, ചിലപ്പോ ചില പിണക്കങ്ങൾ എന്തിനാണെന്ന് ഭാര്യമാർക്ക് അറിഞ്ഞിരിക്കൂല. അങ്ങനെ ഉണ്ടാവും. ഒറ്റ പോക്കങ്ങോട്ട് പോകുമ്പോ എന്തിനപ്പൊ പോയത്, എന്താ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കുകയാണ്, എന്ത് തെറ്റാണ് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്, എന്ത് അപരാധമാണ് എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്, വല്ല തെറ്റുകളും എന്റെ പക്കൽ നിന്ന് സംഭവിച്ചു പോയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേദനയായി, ദുഃഖമായി. ഒരു വാക്ക് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്താണ് എന്നിൽ നിന്ന് അതൃപ്തിയുള്ള, എന്താണ് സംഭവിച്ചത്? സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വല്ലാത്ത വിഷമത്തിലായി, വല്ലാത്ത പ്രയാസത്തിലായി. എന്തിനാണ് എന്റെ ഭർത്താവായ അലിയാര് തങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? വിഷമത്തോടെ വീട്ടിൽ നിൽക്കുമ്പോ അതാ ആ വീട്ടിലേക്ക് കയറി വരികയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയായ അലിയാര് തങ്ങളുടെ അമ്മോശനായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിലേക്ക് കയറി വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് വല്ലാത്ത വേദന, വല്ലാത്ത ദുഃഖം കാണുകയാണ്. എന്തേ ഫാത്തിമ ഒരു വല്ലാത്ത വിഷമം, എന്തേ ഫാത്തിമ ഒരു ദുഃഖം? എവിടെ ഭർത്താവായ അലിയാര് തങ്ങൾ എവിടെ? സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പ വരുന്നത് കണ്ടപ്പോ വലിയ സന്തോഷായി. വേഗം കയറി ചെന്ന് ബാപ്പയെ സ്വീകരിച്ചു. അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാണ് ചുറ്റുഭാഗത്തും. വീട്ടിലേക്ക് വന്നാൽ അങ്ങനല്ലേ, സ്വന്തം മകള് മാത്രമല്ല മക്കളൊക്കെ ഉണ്ട്, പക്ഷേ അലിയാര് തങ്ങളെ കാണുന്നില്ല. അള്ളാഹിന്റെ റസൂൽ നോക്കുക, എവിടെ അലിയാർ, എവിടെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആകെ ബേജാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലയോ ബാപ്പാ, ഉണ്ടാവാം, എവിടെയെങ്കിലും ഉണ്ടാവാം, എനിക്കറിഞ്ഞൂടാ. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്, എവിടെ പോയതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യമാണ്, ഭർത്താവ് എവിടെയാണെന്ന് അലിയാര് തങ്ങളെ കുറിച്ച് അള്ളാഹിന്റെ റസൂല് ചോദിച്ചില്ല. എവിടെ എന്റെ പിതൃവ്യ പുത്രനായ അലിയാര് എവിടെ? അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യമാണ്. ചില സമയത്ത് അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. എന്റെ ഭർത്താവായ അലിയാര് തങ്ങൾ എവിടെ നല്ല ചോദിച്ചേ? അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യം, എന്റെ പിതൃവ്യൻ അഥവാ ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബിന്റെ മകനായ അലി എവിടെ? അള്ളാഹിന്റെ റസൂലിന്റെ ചോദ്യമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, എവിടേക്കാണ് പോയത് എന്ന് അറിയൂല. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വല്ലാത്ത വിഷമത്തിലാണ്. സത്യം തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത പൊന്നുമോളാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, എവിടേക്കാണ് പോയത് എന്ന് അറിഞ്ഞൂടാ. സുബ്ഹാനല്ലാഹ്. കുറെ സമയമായി പോയിട്ട് ബാപ്പാ, ഉച്ച സമയമായാൽ വീട്ടിലേക്ക് വരാറുണ്ട്, വീട്ടിൽ വന്ന് ഉച്ച ഉറക്കമുറങ്ങാറുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉച്ചയുറക്കം അല്ലെ, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് ഒരു മയങ്ങല്,
നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ചെറിയൊരു വിശ്രമം, ഭക്ഷണം കഴിച്ചിട്ട് ചെറിയൊരു ഉറക്ക്, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഒരു ചെറിയ ഉറക്ക്, അതല്ലെങ്കിൽ ഏറ്റവും നല്ല ഉറക്ക് എന്ന് പറയുന്നത് കൈലൂലത്തിന്റെ ഉറക്കാണ്. അഥവാ ളുഹറിന്റെ മുമ്പുള്ള ആ സമയത്തുള്ള ഉറക്ക്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ആ ഉറക്ക് പ്രത്യേകം സുന്നത്താണ്. ആ ഉറക്ക് ഉറങ്ങി എഴുന്നേറ്റവരായിരിക്കും പലരും. കൈലൂലത്തിന്റെ ഉറക്ക് എന്ന് പറയും. ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള ആ ഉറക്ക്, ബാങ്കോടുകൂടെ എഴുന്നേൽക്കുന്ന രൂപത്തിൽ ദുഹാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ് അങ്ങനെ ളുഹറിന്റെ മുമ്പ് ഉറങ്ങുന്ന ഒരു ഉറക്കുണ്ട്, കൈലൂലത്തിന്റെ ഉറക്ക് എന്ന് പറയും. രാവിലെ മുതൽ ളുഹർ വരെ ഉറങ്ങുന്ന ഉറക്കിനെ കുറിച്ചല്ല ട്ടോ. രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് സുന്നത്തുള്ള ഒരു ഉറക്കാണ് കൈലൂലത്തിന്റെ ഉറക്ക് എന്ന് പറയും. അത് ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള ഉറക്കാണ്. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഉച്ച ഉറക്കിന് വേണ്ടി അലിയാരി തങ്ങൾ അങ്ങ് വരാറുണ്ടായിരുന്നു. പക്ഷേ അലിയാരി തങ്ങളെ കാണുന്നില്ല. എവിടെയാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ ബാപ്പാ. എന്തോ ഒരു പിണക്കമുള്ളതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്ത് തെറ്റാണ് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിക്കുകയാണ്. സ്വഹാബാ, എവിടെയാണ് അലിയാര് തങ്ങളുള്ളത്? എവിടെയാണ് അലിയാര് തങ്ങൾ പോയത്? ഒന്ന് അന്വേഷിച്ചു വരൂ എന്ന് പറഞ്ഞ് ഒരു സ്വഹാബത്തിനെ പറഞ്ഞേക്കുകയാണ്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബി അലിയാര് തങ്ങളെ അന്വേഷിച്ച് പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിയിലുണ്ട് അലിയാര് തങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് നേരെ പള്ളിയിൽ പോയി കിടന്നതാണ്. പിന്നെ എവിടെ പോവാനല്ലേ? പള്ളിയാകുമ്പോ പ്രശ്നമില്ല, ആർക്ക് വന്ന് കിടക്ക. പുരുഷന്മാർക്ക് പിണങ്ങി അല്ലേ പോയാലും പള്ളിയിൽ പോയി കിടക്കാനൊക്കെ സ്ഥലമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു മൂലക്ക് പോയി കിടന്നാൽ മതി. അലിയാരി തങ്ങള് പള്ളിയുടെ മൂലയിൽ പോയി ഇങ്ങനെ കിടക്കുകയാണ്. ഈ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, അലിയാരി തങ്ങള് പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ദൂരമല്ലല്ലോ പള്ളിയുള്ളത്, പള്ളി അടുത്തു തന്നെയല്ലേ. അല്ലാഹുവിന്റെ റസൂലതാ പള്ളിയിലേക്ക് പോവുകയാണ് അലിയാര് തങ്ങളെ കാണാൻ വേണ്ടി. അങ്ങനെയാണ് ചിലപ്പോ മകളുമായിട്ട് ഭർത്താവ് പിണങ്ങിയാല് മകൾക്കുള്ളതിനേക്കാളും ടെൻഷൻ ഉണ്ടാവുക ചില കാക്കമാർക്കായിരിക്കും, അല്ലെ, അമ്മോഷന്മാർക്കായിരിക്കും. കാരണം ഇതെത്ര ഒരു അധ്വാനിച്ചിട്ടാണ് ഈ കല്യാണമൊക്കെ നടന്നത്. അതിന്റെ അധ്വാനം ഈ പെൺമക്കൾക്ക് അറിയൂല. അത് ആ കല്യാണം നടത്തിയ പെണ്ണിന്റെ ഉപ്പയ്ക്ക് അറിയൂ എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഈ കല്യാണം ഞാൻ നടത്തിയത്. ചെറിയൊരു പിണക്കുണ്ടാകുമ്പോഴേക്ക് അവർക്ക് ബേജാറാവും, റബ്ബേ എങ്ങാനും ഈ ബന്ധം ഇങ്ങ് വിച്ഛേദിക്കപ്പെട്ടു പോയാലോ, അല്ലെ. അതുകൊണ്ട് അമ്മോഷന്മാർക്ക് വലിയ ടെൻഷനായിരിക്കും. പെണ്ണിന്റെ ഉപ്പക്കാണ് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. അതുകൊണ്ട് അവരെ ടെൻഷനാക്കുന്ന പണിക്ക് നിങ്ങൾ നിൽക്കാൻ പാടില്ല. അത് വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. നമ്മളെ കാരണം കൊണ്ട് എന്റെ ഉപ്പ ടെൻഷൻ അടിക്കാൻ പാടില്ല എന്ന് പെൺമക്കൾ ചിന്തിക്കണോ. ഈ അമോഷനായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പള്ളിയിലേക്ക് പോവാൻ, മരുമകനെ കാണാൻ വേണ്ടി പോവുകയാണ്. അലിയാര് തങ്ങളതാ ആ പള്ളിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്,
മണ്ണിലാണല്ലോ കിടന്നുറങ്ങുന്നത്. ഇന്നത്തെ പോലെ പള്ളി എന്ന് പറഞ്ഞാൽ വിശാലമായ ടൈൽസുകളോ ഗ്രാനൈറ്റുകളോ മാർബിളുകളോ പതിച്ച പള്ളികളല്ലല്ലോ. മദീനത്തെ പള്ളി മണല് കൊണ്ടുള്ള പള്ളിയാണ്. നിങ്ങൾ മനസ്സിലാക്കിയ നല്ല അടിപൊളി നല്ല സ്ഥലത്ത് പോയിട്ടാണ് കിടന്നതെന്ന് അല്ല. പള്ളിയിലാണെങ്കിലും അവിടെ മണലാണ്. ആ മണലിൽ പോയി കിടക്കുകയാണ്. അവരുടെ കിടത്തം അങ്ങനെയല്ലേ. ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈത്തപ്പന ഓലയുടെ അടയാളങ്ങൾ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ കാണാറുണ്ടായിരുന്നുവത്രേ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ജീവിതമാണ്. ശരീരമാകെ മണ്ണ് പുരളിയിട്ടുണ്ട്. ആ മണലിൽ കിടന്ന കാരണം കൊണ്ട് അലിയാര് തങ്ങളുടെ ശരീരത്തിൽ മുഴുവനും മണ്ണാണ്. അള്ളാന്റെ റസൂല് അവിടെ ചെന്നിട്ട് വിളിച്ചു, ഓ മണ്ണിന്റെ പിതാവേ, അബുത്തുറാബ്, യാ അബുത്തുറാബ്, ഓ മണ്ണിന്റെ പിതാവേ. അള്ളാന്റെ റസൂല് വിളിക്കാണ്. ചില സമയങ്ങളിൽ ഹബീബായ തങ്ങളുടെ പ്രയോഗങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു പുതിയ പേരാണ് അബുത്തുറാബ്, മണ്ണിന്റെ ബാപ്പ. സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങളെ വിളിക്കുകയാണ്. ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാര് തങ്ങളതാ, അതെ, അലിയാര് തങ്ങളുടെ തലയ്ക്കെട്ട് അടുത്ത് വച്ചിട്ട് ആ മണ്ണിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് വിളിച്ചു, അബുത്തുറാബേ, മണ്ണിന്റെ പിതാവേ. ഒരു രസാവഹമായ നിലയിലാണ് ആ വിളിയുണ്ടായത്. ഹബീബായ തങ്ങളാണ് തന്റെ മുന്നിലുള്ളത് എന്നറിഞ്ഞപ്പോ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹ്, അലിയാര് തങ്ങൾക്ക് എന്താണ് പേര് പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല. മകളോട് പിണങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പോന്നതാണല്ലോ. അപ്പോ അള്ളാന്റെ റസൂല് അലിയാര് തങ്ങളെ എങ്ങനെയാണ് അലിയെ എഴുന്നേൽക്കുന്നൊക്കെ പറയുമ്പോ അതൊരു രസമല്ലാത്തതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അള്ളാന്റെ റസൂല് പ്രയോഗിച്ചതാണ് അബുത്തുറാബേ, മണ്ണിന്റെ പിതാവ്. ഒരു രസമായിട്ട് വിളിച്ചതാണ്. അങ്ങനെയാണല്ലോ പിണക്കം മാറ്റാൻ വേണ്ടി ചില കുറുക്ക് വിദ്യകളൊക്കെ ആലോചിക്കും അല്ലേ. പെട്ടെന്ന് പിണക്കം അങ്ങനെ മാറിക്കൊള്ളണമെന്നില്ല. പിണക്കം മാറ്റാൻ വേണ്ടി അവരിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി അവരുടെ മനസ്സ് ഇങ്ങോട്ട് ആവാഹിക്കുന്നതിന് വേണ്ടി ഒരു കുസൃതികളൊക്കെ ചിലപ്പോൾ നടത്തിയെന്ന് വരും. അള്ളാന്റെ റസൂല് ആ ഒരു രൂപത്തിൽ അലിയാര് തങ്ങളുടെ മനസ്സിൽ ഒരു സാന്ത്വനം നൽകുന്നതിന് വേണ്ടി അലിയാര് തങ്ങളുടെ അടുക്കൽ ചെന്ന് വിളിച്ചു. അലിയാര് തങ്ങൾ എഴുന്നേറ്റു. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളെ കണ്ടപ്പോ അലിയാര് തങ്ങൾക്ക് വല്ലാത്ത ഒരു വിഷമം. സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ അലിയേ നിങ്ങൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നത്? അള്ളാന്റെ റസൂല് ചോദിച്ചപ്പോ മറുപടി അലിയാര് തങ്ങൾക്ക് പറയാനുണ്ടാവും. പക്ഷെ മറുപടി പറയലല്ലോ അവിടെ അഭികാമ്യം. ആ പിണക്കം മാറലാണല്ലോ. അള്ളാന്റെ റസൂൽ അലിയാര് തങ്ങൾ പറഞ്ഞു, നബി ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെയും കൂട്ടിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്,
അലിയാർ തങ്ങളെയും കൂട്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ, എന്തിനാണ് ഭർത്താവായ അലിയാർ തങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അറിയൂല ബാപ്പാ, ഇനി ഇതുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് പരസ്പരം പിണക്കങ്ങളെല്ലാം തീർത്ത് തിരിച്ചു പോരുകയാണ്. ആരംഭപ്പൂവായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും പിന്നെയും പിണങ്ങാൻ പാടില്ല എന്നില്ലല്ലോ. കുടുംബജീവിതമാകുമ്പോൾ അത് സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ്. ഇണങ്ങുക, പിണങ്ങുക. ആ ഇണക്കവും ആ പിണക്കവുമെല്ലാം ജീവിതം നന്നാവാനുള്ള ഒരു കാരണമാണ്. പിണക്കം ദീർഘിപ്പിക്കാൻ പാടില്ല. ഒരിക്കലും പിണങ്ങി എന്ന് പറഞ്ഞിട്ട് ആ പിണക്കത്തിൽ തന്നെയായി കഴിയാൻ പാടില്ല. ചിലപ്പോ ചില അഡ്ജസ്റ്റ്മെന്റുകള് ഓ സഹോദരിമാരെ, ഓ ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടി വരും. അതങ്ങനെയാണ്. ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതേ പിണങ്ങി എന്ന് പറഞ്ഞിട്ട് ആ പിണക്കം ദീർഘമായി മുന്നോട്ട് കൊണ്ടുപോകലല്ല. പിണക്കം മാറ്റാനുള്ള വഴികളെ നമ്മൾ ആലോചിക്കണേ. കുടുംബജീവിതമാകുമ്പോ അത് പ്രത്യേകമായി പരിഗണിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര ആളുകളാണ് പിണങ്ങി ആ പിണക്കം ദീർഘമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത് ഭൂഷണമല്ല, അത് നന്നല്ല. മറിച്ച് ആ ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കുവാനാണ് ഉപ്പമാരും ഉമ്മമാരും ശ്രമിക്കേണ്ടത്. ചില അഡ്ജസ്റ്റ്മെന്റുകൾ ജീവിതത്തിൽ ഇല്ലാതെ ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. ഒരു ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരാദ്യമായി അവർക്കിടയിൽ ഉണ്ടാവേണ്ടത് അവര് ഒരു സുഹൃത്തുക്കളായിരിക്കുക എന്നതാണ്. ഒന്നാമത്തെ പോയിന്റ് സുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ്. അലിയാർ തങ്ങളുടെ സുഹൃത്താണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സുഹൃത്താണ് അലിയാർ തങ്ങളെ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സുഹൃത്തിനെ പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അങ്ങനെ ആയാൽ സുബ്ഹാനല്ലാഹ്, വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം ഒരു സൗഹൃദ ബന്ധം പോലെ അത് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ഒരു സുഹൃത്തുക്കളെ പോലെ ഒരേ ഒരു സുഹൃത്തിനോട് എല്ലാം തുറന്ന് പറയൂലേ? ഒരു സുഹൃത്തിനോട് എല്ലാം തുറന്ന് പറയാനുള്ള സമയം കണ്ടെത്തൂലേ? അതുപോലെ ഭാര്യ ഭർത്താവിനോട് തന്റെ വിഷയങ്ങളെല്ലാം തുറന്ന് പറയണം. അനുവദനീയമാക്കപ്പെട്ട കാര്യങ്ങളെ പറയാവൂ. ജീവിതത്തിൽ മുൻപ് കാലങ്ങളിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒരു സ്നേഹമുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഭർത്താവിനോട് പറയാൻ പാടില്ല. അത് കടുത്ത ഹറാമാണ്. ഒരു ഭാര്യയുടെ ഒരു ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വേറെ ആരോടെങ്കിലും മുമ്പെന്തെങ്കിലും ഒരു സ്നേഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ മുന്നിൽ പറയാൻ പാടില്ല. അത് കടുത്ത ഹറാമാണ്. അതൊരിക്കലും വിഷയങ്ങളെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവര് പരസ്പരം സംസാരിക്കുന്ന വിഷയങ്ങൾക്കിടയിൽ ചില അഡ്ജസ്റ്റ്മെന്റുകള്, അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായാൽ വലിയ നിലക്കുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്,
മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായും ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുമായും ഒക്കെ ഹബീബായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു സൗഹൃദ ബന്ധം പോലെ അവർക്കിടയിൽ പറയാനുള്ളതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവർക്കിടയിൽ കളികളും ചിരികളും തമാശകളും കളികളുമെല്ലാം അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ ജീവിതമായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സൗഹൃദ ബന്ധം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വേദനിപ്പിക്കാൻ നിൽക്കുമോ? ഒരിക്കലും വേദനിപ്പിക്കാൻ നിൽക്കുകയില്ല. സുഹൃത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യുമോ? ഒരിക്കലും നമ്മൾ ചെയ്യൂല. എന്നതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരു സുഹൃത്തുക്കളെ പോലെ പെരുമാറിയാൽ, പരസ്പരം ഒരു കൂട്ടുകാരെ പോലെ പെരുമാറിയാൽ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പലപ്പോഴും അത് ബന്ധങ്ങളെ നന്നാക്കുവാനും അതേ എല്ലാ വിഷയങ്ങളെയും പരസ്പരം ചർച്ച ചെയ്യുവാനുമുള്ള ഒരു മനസ്സ് കാണിച്ചാൽ അവിടെ ബന്ധങ്ങൾ നന്നാവുകയാണ്. അവിടെ ആ കുടുംബജീവിതം വളരെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലിയാര് തങ്ങളും പരസ്പരം സുഹൃത്തുക്കളെ പോലെ പറയാനുള്ളതെല്ലാം അങ്ങോട്ട് പറഞ്ഞ് കേൾക്കാനുള്ളതെല്ലാം ഇങ്ങോട്ട് കേട്ട് പരസ്പരം സ്നേഹത്തോടുകൂടെ കഴിയുന്ന ആ ജീവിതം അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ വിജയിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കുടുംബ ജീവിതങ്ങളും അല്ലാഹു നന്നാക്കി തരട്ടെ.